வேறு எதுவும் ரிவீல் பண்ண விரும்பல. ரொம்ப அந்த ஃபீல் குட் மூவி பார்க்குறவங்களுக்குலாம் ரொம்ப பிடிக்கும். തോഴ കാണുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും ചില സമയം, കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും വർക്കാവുമോ എന്നറിയില്ല, പക്ഷെ എനിക്ക് വർക്കായി. കലിപ്പില്ല കൊള്ളാം. കൊള്ളാം കൊള്ളാം. സിനിമ കണ്ടോണ്ടിരിക്കുക, ഒരു ഫാമിലി മൂവിയാണ്. കൊള്ളാം, നല്ല പടമാണ്. നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണാം. കുഴപ്പമില്ല, അഭിനയം കുഴപ്പമില്ല. കലിപ്പില്ല കൊള്ളാം. കൊള്ളായിരുന്നു, സൂപ്പർ. കൊള്ളാം, വൺ ടൈം കാണാൻ കൊള്ളാം. ഫീൽ ഗുഡ് മൂവിയാണ്. കൊള്ളാം. കാർത്തിയുടെയും അരവിന്ദ് എല്ലാം നല്ല ആക്ടിങ് ആണ്. കൊള്ളാം നല്ല മൂവിയായിരുന്നു. നല്ല പടമാണ്. നല്ല പടം, അടിപൊളി പടമാണ്, സൂപ്പർ അടിപൊളി പടം. നല്ല പടമാണ്, അടിപൊളിയാണ്. എടുത്ത് പറയുന്നത് കുഴപ്പമില്ല. கொள்ளலாம். ஃபீல் குட் கொள்ளலாம். 96க்கு அப்புறம் ரொம்ப பெஸ்ட்டான படமாக இருக்குது. எப்படி சொல்ல, ஒரு ஃபீல் குட் மூவி தான். ரொம்ப நல்லாயிருக்கு, ரொம்பவே நல்லாயிருக்கு. நான் வேறு எதுவும் ரிவீல் பண்ண விரும்பல. ரொம்ப அந்த ஃபீல் குட் மூவி பார்க்குறவங்களுக்குலாம் ரொம்ப பிடிக்கும். ரொம்ப பர்ஃபெக்டாக எடுத்து சொல்கிறதுக்குன்னா இட்ஸ் அன் எக்ஸ்பீரியன்ஸ், அவ்வளோதான். இது பெரிய ரெகுலரான என்டர்டெயின்மெண்ட் மூவி மாதிரி கிடையாது, ஒரு எக்ஸ்பீரியன்ஸ். சூப்பர். கார்த்திக் அண்டு இவர் அரவிந்த் சாமி சூப்பர் ஆக்டிவ். கதை அப்படியே அழகாக இருக்குது, பார்த்துக்கிட்டே இருக்கலாம். ஃபேமிலியோடு போய் பார்க்கலாம். നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. കാർത്തിക് അരവിന്ദ് സ്വാമിയൊക്കെ നല്ല മൊത്തത്തിൽ ഒരു നല്ലൊരു പടം കണ്ടിറങ്ങിയൊരു ഫീലുണ്ട്. നല്ലൊരു പടം, നല്ലൊരു ഫീൽ ഗുഡ് പടം കണ്ടിറങ്ങിയൊരു ഫീൽ നമുക്ക് കിട്ടും. നല്ല പടം, എല്ലാവരും നല്ല രസമാണ്. മ്യൂസിക് നല്ല രസമുണ്ട്. തുടക്കം തൊട്ട് നല്ലൊരു രസത്തിൽ പടം കൊണ്ടുവന്നു. മെയ്യടക്കം കൊള്ളാം, നല്ല സിനിമയാണ്. കുറച്ച് സ്ലോ ആണ് പടം. ഒരു സിനിമ എന്നുള്ള രീതിയിൽ കൊള്ളാം. ഒരു കൊമേഴ്ഷ്യൽ പടമല്ല കേട്ടോ, മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ പടമല്ല. മൂന്ന് അറിയാമല്ലോ, ഇൻട്രോനേഷൻ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേരും തമ്മിലുള്ള സംസാരം. അപ്പോൾ കുറച്ച് ലാഗടിക്കും. റൊമാൻറ്റിക് അല്ല, അതൊരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ലവ് അല്ല, അല്ലാതുള്ള പഴയ നാട്ടിലെ കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നതും ഇപ്പോൾ പഴയ കാലത്തെ ആ ഒരു കാര്യങ്ങളും അങ്ങനത്തെയാണ്. തിയേറ്റർ വാച്ചിൽ എങ്ങനെയാണ് ഫീൽ ഗുഡ് മൊമെന്റ്സ് ഒക്കെ? ഫീൽ ഗുഡ് മൊമെന്റ്സ് ഉണ്ട്. അല്ലല്ല, ആ ജേണർ അല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും വർക്കാവുമോ എന്നറിയില്ല, പക്ഷെ എനിക്ക് വർക്കായി. കുഴപ്പമില്ല, നൈസാണ്, കണ്ടോണ്ടിരിക്കാം. പക്ക ഫീൽ ഗുഡ് മൂവി. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, കുറേ കാര്യങ്ങൾ നമ്മൾ വെറുതെ ആലോചിച്ച് കൂട്ടും. പക്ഷേ പടം നൈസായിട്ട് അങ്ങ് പോകും. നല്ല പടം തന്നെ, നല്ല പടം, ഫീൽ ഗുഡ്, നല്ല പടം. സെൻറ്റിമെൻ്റ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. എടുത്തുറയും അവരുണ്ടൊരു മാത്രം തന്നെ പടം നല്ല നൈസായിട്ട് അഭിനയിച്ചിരിക്കും. കൊള്ളാം. സിനിമ കൊള്ളാം, വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. അതായത് കാർത്തിയും അവരെ കോമ്പിനേഷൻ അത് തന്നെയാണ് മെയിനായിട്ടല്ല. പടം ഭയങ്കരമായ ഒരു ഇതല്ല, ഫീൽ ഗുഡ് പടമാണ്. നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റിയത്. ക്ലൈമാക്സ് മാത്രം ജസ്റ്റ് അല്പം കൂടെ നീട്ട് തോഴ കാണുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ വരും ചില സമയം, കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ. കൊള്ളാം, പക്ഷേ നല്ല സിനിമ തന്നെയാണ്. ആ സെയിം അതുപോലെ തന്നെ അവർ ആ ഒരു കണക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം നോക്കുന്നുണ്ട്. ആ ഒരു ഇതേ ഉള്ളൂ. ഭയങ്കര രണ്ട് രീതിയിലുള്ള രണ്ട് പാറ്റേണുള്ള പടമാണ്. എന്നിരുന്നാലും ആ ഒരു സ്നേഹബന്ധവും ഇമോഷണൽ കണക്റ്റും ഫാമിലിയിലെ ആ ഒരു കാര്യങ്ങളെ തന്നെയാണ് മെയിനായിട്ട് കണക്ട് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ കണക്ട് ചെയ്യാൻ അവർ വിജയിച്ചിട്ടുണ്ട്. രണ്ടുപേരും പൊളിയാണ്. ആദ്യം കാർത്തി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യുന്നെങ്കിൽ അരവിന്ദ് സ്വാമിയും രണ്ടുപേരും കാർത്തി തന്നെയാണ് ഭയങ്കരമായിട്ട് പൊളിയായിട്ട് നിൽക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ഒരു ഫീലാവും, ഒരു നല്ല നമുക്ക് അതിലോട്ട് കയറി പോകാൻ പറ്റും. സിനിമയായിട്ട് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നിൽക്കാൻ പറ്റും. അതിനാണ് മെയിൻ ഇത്. അറിയത്തില്ല, ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് തീരും, സെക്കൻഡ് ഹാഫ് ഒരു അല്പം കൂടുതൽ സെക്കൻഡ് ഹാഫില്ല. പക്ഷെ നമുക്ക് ലെങ്ത് അറിയത്തില്ല. ആ സിനിമയായിട്ട് നമ്മളങ്ങ് ചേർന്ന് പോവും. അത് തന്നെയാണ് മെയിൻ.